ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആയാലും കുറേ ദിവസമായി ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ എൻ്റെ പിള്ളേരുടെ ചെരുപ്പ് കലങ്കുരയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു കുഞ്ഞി പോലെ ഇടും. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഒരു ചപ്പലൊക്കെ എടുത്ത് വയ്ക്കുന്ന ഒരു റാക്ക് വാങ്ങിക്കാം. അങ്ങനെ ഞാൻ മീഷോയിൽ കയറി നോക്കിയപ്പോൾ ഹൈ ഉണ്ട് എൻ്റെ എന്തൊരു റേറ്റാന്നേ. അപ്പം ഞാൻ ഇവരുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു കലാപരിപാടികൾ വരുമ്പോൾ അത് ചെയ്യാനായിട്ട് കുറേ ഇങ്ങനെ ചട്ടക്കടലാസുകൾ എടുത്ത് വയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ച് ഒരു ചെരുപ്പ് സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. അപ്പോഴാണ് എനിക്ക് പന്തികേട് മനസ്സിലായത് അത് ഭയങ്കര ചെറുതായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഇടാൻ പറ്റില്ല, പിള്ളേരുടെ ഇടാം എന്നുള്ള രീതിയിൽ ഞാൻ കത്തി കൊണ്ട് ആദ്യം കട്ട് ചെയ്തു. പിന്നെയാണ് എനിക്ക് ബുദ്ധി ഉദിച്ചത്. അല്ലെങ്കിൽ എനിക്ക് വൈകിട്ട് ഇനി എല്ലാ കാര്യത്തിലും ബുദ്ധി ഉദിക്കുള്ളൂ. എന്തിനാ അത്ര കഷ്ടപ്പെട്ട് എൻ്റെ കൈവേദന എടുക്കണേ. ചറക്കം മുറക്കം കൈ കൊണ്ട് അങ്ങോട്ട് കയറിയാൽ മുറിച്ചു. ആദ്യം 4 പെട്ടി എടുത്തുന്നുണ്ടെങ്കിലും എൻ്റെ മടി കൊണ്ട് ഞാനത് 3 പെട്ടിയാക്കി. പിന്നെയാണ് ഒരു ഷൂ കൂടി അവർക്ക് വാങ്ങിക്കാണ്ട്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് റാക്കും കൂടി ഉണ്ടാക്കണം. എന്തായാലും പോട്ടെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് 3 റാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് തന്നെ എൻ്റെ ഗ്ലൂ കണ്ണി ഞാൻ ചൂടാക്കാൻ വെച്ച് കേട്ടോ. ഇരുന്നത് ഇതുപോലെ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഗ്ലൂ ഗണ്ണിന് നീളം പോരാ. അപ്പോൾ എന്തായാലും നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള സർക്കസ് ഫുള്ളും. ഈ ഗ്ലൂ ഗണ്ണ് എനിക്കൊരു 8ൻ്റെ പണിയാണ് തന്നത്. കാരണം ചെറിയ ചെറിയ സാധനങ്ങൾ ഒട്ടിക്കാൻ ഇത് കുഴപ്പമില്ല, വലിയ സാധനം ഒട്ടിക്കാനും കുഴപ്പമൊന്നുമില്ല, വേഗം ഒട്ടൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ കുറേ നേരം ഇങ്ങനെ നിൽക്കണം. പിന്നെ ഗ്ലൂ ഗണ്ണ് വരാൻ കുറച്ച് ടൈം എടുത്തു. കാരണം ഇത് ഒരു സൈഡ് ഒഴിച്ച് വരുമ്പോഴേക്കും മറ്റേ സൈഡ് വേഗം ഉണങ്ങും. അങ്ങനെ ഒരു ദുശീലം നമ്മുടെ ഗ്ലൂ ഗണ്ണിനുണ്ട്. അങ്ങനെ സ്പീക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ എല്ലാ സ്റ്റിക്കൊക്കെ അങ്ങനെ അമർത്തി കൊടുക്കേണ്ട വന്നു. എനിക്കതങ്ങോട്ട് പെട്ടെന്നാവാനായിട്ട്. കാരണം ആ സൈഡ് നോക്കിയിരുന്ന് ഇപ്പുറത്തെ സൈഡ് ഉണങ്ങി. ലാസ്റ്റ് ചട്ടക്കടലാസ് ചെരുപ്പ് സ്റ്റാൻഡിൽ പോയിട്ട് വേറെ വലുതും. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ വേഗം ഒട്ടിച്ച് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെ കയറ്റി വയ്ക്കാട്ട് ചെയ്തത്. അതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ വന്ന് നോക്കണമൊക്കെ ഉണ്ട്, ഇതെന്ത് അമ്മ ഉണ്ടാക്കുന്നത്. സാധാരണ ഞാനിങ്ങനെ ഓരോ ആൽക്കുറുത്ത പണികൾ ഇങ്ങനെ ക്രോഷറ്റിൻ്റെ അങ്ങനത്തെ ഒരു സാധനങ്ങൾ വിൽക്കാളതാണെന്ന് വിചാരിച്ചു. പിള്ളേർ വെച്ച് ഇത്രയും വലിയ ഓർഡർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓർഡറൊന്നുമില്ല, ഇത് നിങ്ങളുടെ ചെരുപ്പ് എടുത്ത് വയ്ക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. എന്തായാലും ഇതിൽ വയ്ക്കാൻ പുതിയൊരു ഷൂ വേണമെന്ന് നോക്കിയാൽ പറഞ്ഞിരിക്കണം. അപ്പോൾ അതിനുള്ള റാക്ക് ഞാൻ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പം എന്തായാലും അവരുടെ വീട്ടിലിടാനുള്ള ആൾ ചെരുപ്പ്, സ്കൂളിലേക്കുള്ള ഷൂ, സ്കൂളിലേക്കുള്ള ചപ്പൽ, അങ്ങനെയാണ് ഞാൻ ഇതിപ്പോൾ റാക്കാക്കി വെച്ച് കൊടുത്തത്. ആദ്യം ഞാൻ എൻ്റെ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ച്, പിന്നെ നീളം പോരാ. നീളം പോരാ. എൻ്റെ ചെരുപ്പിൻ്റെ പകുതി ഭാഗം പുറത്ത് നിൽക്കണം. അത് അവസാനം ഞാനത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അതെന്തൊരു വൃത്തികേട് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കളർ പേപ്പറുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ അങ്ങനെ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം നമുക്ക് ഒറ്റ സ്ട്രിപ്പിൽ വലിയതുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല ഇതിൽ ഉണ്ടാക്കാം. ഇതാണ് ഞാൻ ഒട്ടി കൊടുത്ത സംഭവം. ഇതിൻ്റെ സൈഡൊന്നും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല, കാരണം ഫ്രണ്ട് ക്ലാമർ മാത്രം മതി, എനിക്ക് സൈഡ് ക്ലാമർ വേണമെന്നൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ അലമാരയുടെ ഒരു മുക്കിലാണ് കൊണ്ടുവച്ചത്. അതുകൊണ്ട് അധികം ആൾക്കാരത് കാണൂല. അതുകൊണ്ട് വലിയ ക്ലാമറാക്കാൻ ഞാൻ നിന്നില്ല കേട്ടോ. പേപ്പറുകൾ പോകുമ്പോൾ ചെറിയൊരു മനസ്സിനൊരു സങ്കടമൊക്കെ ഉണ്ടാവും. കാരണം പിള്ളേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കളർ പേപ്പറുകൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണതാണ്. ഇനി അല്ലെങ്കിൽ അങ്ങനെ തന്നെ വരിക. ഈ കളർ ആവശ്യമില്ലെന്ന് ഒട്ടിച്ചാൽ പിന്നെ അടുത്ത വർക്ക് വരുന്നത് ഈ കളർ വെച്ചിട്ട് തന്നെയായിരിക്കും. എന്തായാലും എൻ്റെ ഷൂറൊക്കെ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ റൂമിൽ ഒതുങ്ങാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ കുഞ്ഞു ഷൂറൊക്കെ അങ്ങനത്തെ റെഡി ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് വരുന്നത്. കണ്ട എൻ്റെ ചെരുപ്പ് വെച്ചപ്പോൾ ഒക്കെ പുറത്താണ് വരുന്നത്. അങ്ങനെ അതൊക്കെ മുഴുവൻ മാറ്റി പിള്ളേർ ചെരുപ്പ് മാത്രമാക്കി. അപ്പോൾ എങ്ങനെയുണ്ട് എന്താ ചപ്പൽ സ്റ്റാൻഡ്. ടാറ്റാ.